ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കോറിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നിങ്ങൾ എല്ലാവരും പറയും സിമ്പിൾ ചാപ്റ്റർ അല്ല സാറേ, പിന്നെ എന്തിനാ അതിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത്? നിങ്ങൾ എല്ലാവരും സിമ്പിൾ എന്ന് പറയുന്ന വേറൊന്നുമല്ല, ഈ പറഞ്ഞിരിക്കുന്ന കോറിലേഷന്റെ ഇങ്ങനെ ഡയഗ്രാംസ് വരക്കുമ്പോഴാണ് നിങ്ങൾ സിമ്പിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്കാറ്റർ ഡയഗ്രാം എല്ലാവരും പറഞ്ഞ പോലെ സിമ്പിൾ തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം സ്കാറ്റർ ഡയഗ്രാം സിമ്പിൾ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. 5 മാർക്കിന് 5 ഡയഗ്രാംസ് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അവിടെ നമുക്ക് വേറെ രണ്ടാൾക്കാരെ പഠിക്കണമായിരുന്നു. 2023 സിലബസിൽ അപ്ഡേറ്റ് വന്ന സമയത്ത് നമുക്ക് ഡിലീറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വന്ന ആളാണ് ഈ പറഞ്ഞ രണ്ടാൾക്കാർ. ഓക്കെ, അപ്പൊ അയാൾ ആരാന്ന് അറിയണ്ടേ? വേറെ ആരുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വന്ന ഈ ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. അപ്പൊ അതിലെ ആളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 2025 വന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡ് മാറി ഗൈസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ 25 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. ഇത് നോക്കിക്കോളൂ. 5 persons ആർ അസസ്ഡ് ബൈ 2 judges ഇൻ എ ബ്യൂട്ടി കോntest. ഒരു സൗന്ദര്യ മത്സരത്തിൽ എന്ത് ചെയ്തു? 5 വ്യക്തികളെ 2 ജഡ്ജിമാർ ചേർന്ന് വിലയിരുത്തി. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും 1ാം സ്ഥാനം ആർക്ക് കൊടുക്കണം, 2ാം സ്ഥാനം ആർക്ക് കൊടുക്കണം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 1ാമത്തെ ജഡ്ജി 1ാം സ്ഥാനം കൊടുത്തത് ഡി എന്ന് പറയുന്ന ആൾക്കാണ്. ഡി എന്ന് പറയുന്ന പേരിട്ട ഒരാൾക്ക്. ഇനി 1ാമത്തെ ജഡ്ജി എങ്ങനെയാണ് കൊടുത്തെങ്കിലും 2ാമത്തെ ജഡ്ജി എന്ത് ചെയ്തേ? അത് എ എന്ന് പറയുന്ന ആൾ കൊടുത്തേ. അപ്പൊ 2 പേർക്കും 1ാം സ്ഥാനം, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ കോറിലേഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായത്. ഫൈൻഡ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ റാങ്ക് സഹബന്ധ ഗുണാങ്കം കണ്ടെത്തുക എന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സംഗതി സിലബസിൽ ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഓക്കെ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിലബസിൽ ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഈ സംഗതി പിന്നെ എങ്ങനെ ചോദ്യമായിട്ട് വരും, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കും എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് നോക്കിക്കോളൂ. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഇക്വേഷൻ ആർ എന്ന് പറഞ്ഞ റാങ്ക് കോറിലേഷൻ കാണിക്കുന്നതിന് ഈസിക്കൽ ടു 1 മൈനസ് ആർ ഇസിക്കൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ എന്നാണ് ഇക്വേഷൻ. ഓക്കെ, കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പേടി തോന്നാം, കാരണം ഇത്രയും വലിയ ഇക്വേഷൻ സാറേ എനിക്ക് പഠിക്കാൻ കഴിയില്ല, എന്നെ കൊണ്ട് ദയിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവാൻ വരട്ടെ. ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. അപ്പോൾ 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ എന്താണെന്നുള്ള കാര്യം ആദ്യം നമുക്ക് പഠിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. ഈ ടേബിളാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ പറഞ്ഞ ജഡ്ജി 1ാമത്തെ ജഡ്ജി, ഓക്കെ, അയാളെ നമ്മൾ 1 എന്നല്ല കൊടുത്തിരിക്കുന്നത്, യെസ്. 2ാമത്തെ ജഡ്ജിന് 2 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന റാങ്ക് ആയതുകൊണ്ട് 1ാമത്തെ ജഡ്ജി R1 എന്നും 2ാമത്തെ ജഡ്ജിനെ R2 എന്നും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റാങ്ക് നമ്മൾ ഇങ്ങനെ മാറ്റിയത്, R1 ഉം R2 ഞാൻ ഇങ്ങനെ മാറ്റിയത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്നിട്ട് ആ വാല്യൂസ് അതുപോലെ തന്നെ ഇതാണ്. എന്താണ്? 3, 2, 5, 1, 4 എന്ന് എഴുതാം. അതുപോലെ ജഡ്ജി 2ന്റെ റാങ്ക് നമ്മൾ R2ലാണ് എഴുതുന്നത്. എങ്ങനെയാണ്? 1, 4, 2, 5, 3 ഇങ്ങനെ എഴുതുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ ഇക്വേഷൻ്റെ ഒരു ഭാഗമായിരുന്നു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്ന ഭാഗം അല്ലെ. ഈ ഡി എന്ന് പറയുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കണം. എൻ ക്യൂബ് മൈനസ് എൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഡി ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാവുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ആരൊക്കെ തമ്മിലുള്ള? ഈ R2ഉം R1ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, R2ഉം R1ഉം തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ R2 എത്രയാണ്? 1 ആണ്. 1 മൈനസ് 3. 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ എത്ര വരിക? 1 മൈനസ് 3 മൈനസ് 2 അല്ലേ സാറേ? മൈനസ് ഒക്കെ വന്നാൽ കൊടുക്കുമോ? ഒരു കൊടുങ്ങലില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് 4 മൈനസ് 2 എത്ര കിട്ടും? 4 മൈനസ് 2 വരുമ്പോൾ 2 വരും. അടുത്തത് 2 മൈനസ് 5, അതായത് R2ന്റെ വാല്യൂ 2 ആണ്, R1ന്റെ വാല്യൂ 5 ആണ്. എത്ര വരും? മൈനസ് 3 വരും. ദെൻ 5 മൈനസ് 1 നമ്മുടെ വാല്യൂ എത്ര വരും? 4 വരും. ദെൻ 3 മൈനസ് 4 നമ്മുടെ വാല്യൂ എത്ര വരും? മൈനസ് 1 വരും അല്ലെ. അപ്പൊ ഇങ്ങനെ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡി സ്ക്വയർ കാണണം. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ കിട്ടിയ ഡിയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക അല്ലെ. ഡി ഇൻറ്റു ഡി ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യാം? മൈനസ് 2ന്റെ സ്ക്വയർ കാണണം. മൈനസ് 2ന്റെ സ്ക്വയർ 4 എന്ന് കിട്ടും. ദെൻ 2ന്റെ സ്ക്വയർ കാണണം, എത്ര കിട്ടും? വീണ്ടും 4 എന്ന് കിട്ടും. മൈനസ് 3ന്റെ സ്ക്വയർ കാണണം, എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 4ന്റെ സ്ക്വയർ കാണണം, 16 എന്ന് കിട്ടും. ലാസ്റ്റ് വൺ മൈനസ് 1ന്റെ സ്ക്വയർ കാണണം, 1 എന്ന് കിട്ടും. എന്നിട്ട് അതിന്റെ ടോട്ടലാണ് നമ്മൾ എടുക്കേണ്ട സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത്
ഈ പറഞ്ഞതിൻ്റെ മൊത്തം ടോട്ടൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം 4 + 4 നോക്കിക്കേ 4 + 4 + 9 + 16 + 1 അങ്ങനെയല്ല കൂട്ടണ്ടേ. അപ്പം 4 4 8 8 9 17 17 1 18 18 10 28 34 നമ്മുടെ ഉത്തരം വരിക. ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 4 + 4 + 9 + 16 + 1 എത്ര കിട്ടുക? 34 എന്ന് തന്നെയാണ് വരിക അല്ലെ, 34 എന്ന് കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് കിട്ടേണ്ട വാല്യൂ നമ്മൾ എഴുതി വെച്ചു. ഇനി അടുത്ത ഡൗട്ട് ഇതായിരിക്കും, സാറേ n എന്ന് പറഞ്ഞ ആളാരാണ്? n എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട് നോക്കുക, എണ്ണം എത്ര എണ്ണം ആൾക്കാരുണ്ട് എന്ന് നോക്കുക. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 5 പേരുള്ളത്. A B C D E എന്ന് പറയുന്ന 5 പേര്. അപ്പൊ n എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 5 ആണെന്ന് കിട്ടി അല്ലെ. ഇനി n³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n³ എന്ന് പറഞ്ഞാൽ n ഗുണിക്കണം n ഗുണിക്കണം n എന്നാണ് അല്ലെ, അല്ലെങ്കിൽ n × n × n ആണ് ചെയ്യേണ്ടത്. അതായത് 5 × 5 × 5 ചെയ്താൽ മതി. 5ന്റെ ക്യൂബ് നമുക്ക് കിട്ടും എത്രയാണ്? 125 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആ ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇതുവരെ കിട്ടിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് പോകുകയാണ്. നോക്കിക്കോളൂ, നമ്മുടെ ഇക്വേഷനിൽ r = 1 - 6 sigma d² ഡിവൈഡ് ബൈ n³ - n ആണെന്നുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കുന്നു. ഇനി ചെയ്യേണ്ട കാര്യം 1 അതുപോലെ തന്നെ നമ്മൾ എഴുതി -6 × സിഗ്മ d² വാല്യൂ നമുക്കറിയാം എത്രയാണ്? അത് 34 ആണ്. 34 ആണ്. അപ്പൊ ആ വാല്യൂ നമ്മൾ എഴുതുന്നു 6 × 34 എന്ന് എഴുതി ഡിവൈഡ് ബൈ n³ എന്ന് പറഞ്ഞാൽ എത്രയാ? 125 ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഴുതിയേക്കാം 5ന്റെ ക്യൂബ് ആണെന്ന് എഴുതാം. -5 കൂടി നമ്മൾ ചെയ്യണം അല്ലെ. അപ്പൊ എന്താ ഉത്തരം വരിക? 1 - 6 × 34 34 × 6 എന്ന് പറഞ്ഞാൽ 204 എന്ന് വരും. ഡിവൈഡ് ബൈ 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 - 5 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്ര വരിക? 1 - 204 ഡിവൈഡ് ബൈ 125ൽ നിന്നും 5 കുറച്ചാൽ 120 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 204 120 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.7 എന്നാ കിട്ടുക. അപ്പൊ എന്താ ആൻസർ വരിക? 1 - 1.7 എന്ന് വരും. നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 1.7 എന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? -0.7 എന്ന് കിട്ടും അല്ലെ. -0.7 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കോറിലേഷൻ വാല്യൂ നമുക്ക് കിട്ടി. r = -0.7 ആണ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ അർത്ഥം? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഇവിടെ കിട്ടിയത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ആരെ കിട്ടിയത്? നെഗറ്റീവ് കോറിലേഷൻ ആണ് നമുക്കിവിടെ ആൻസറിൽ വന്നത് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. കോറിലേഷൻ എന്ന് പറഞ്ഞ കാര്യം കേട്ട് നിങ്ങൾ പേടിക്കരുത്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ അല്ല, ആര് വേണമെങ്കിലും വന്നോട്ടെ. നമ്മുടെ ഇക്വേഷൻ എന്താ? r = 1 - 6 × സിഗ്മ d² ഡിവൈഡ് ബൈ n³ - n എന്നാണ്. ഒരു 3 തവണ നിങ്ങൾ ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾ ഇത് പഠിക്കും. ഇനി പ്രോബ്ലം ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം r1 r2 എന്ന് എഴുതുക, പിന്നെ അത് തമ്മിലുള്ള വ്യത്യാസം കാണാം, പിന്നെ അതിന്റെ സ്ക്വയർ കാണാം, പിന്നെ അതിന്റെ ടോട്ടൽ കാണാം. ദെൻ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുക, നമ്മുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2025 നിങ്ങളുടെ A+ നിർണ്ണയിക്കുന്ന ചോദ്യം കഴിഞ്ഞ തവണ ഇതായിരുന്നെങ്കിൽ ഇനി ഈ വർഷം എന്തായിരിക്കും? ഇതേപോലുള്ള ക്വസ്റ്റ്യൻ തന്നെ വരും. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിനും പഠിക്കുക, അതേപോലെ തന്നെ ഫൈനൽ എക്സാമിനും പഠിക്കുക. ഈ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരീക്ഷ നമ്മുടെ കൈവശം തന്നെയാണ്. നമ്മൾ എന്താണോ എഴുതുന്നത്, നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, അതിനനുസരിച്ചാണ് നമുക്ക് പരീക്ഷ കിട്ടാവുന്ന മാർക്കും റിസൾട്ടും എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നു A+ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. പ്ലസ് എന്താണ്? 100ൽ 100 മാർക്കാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ടാർഗറ്റ് വെച്ച് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോ. പരീക്ഷ നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.